ഹലോ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മാളർ നമ്പർ ദ ക്വോഷ്യൻ ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. വെൻ 5 times the smaller is divided by the larger the quotient and remainder are still both 2. What are the numbers? ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നിട്ടുണ്ട് ലാർജർ നമ്പർ നമുക്കറിയില്ല, രണ്ട് അൺനോൺ നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ് എക്സ് ബി ദി ലാർജർ നമ്പർ ആൻഡ് വൈ ബി ദി സ്മാളർ നമ്പർ. ലാർജർ നമ്പറിൽ നിന്ന് സ്മാളർ നമ്പറാണ് ഡിവൈഡ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോഷ്യൻ്റ് എന്താണ് കിട്ടുക? 2. അതേപോലെ റിമൈൻഡർ 2 ആണ് കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഈക്വൽ ടു വൈ എക്സ് പ്ലസ് 2 ആണ്. എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 ആണ്. എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 ആണ്. നെക്സ്റ്റ് എന്താണ്? വെൻ 5 ടൈംസ് ദ സ്മാളറിൻ്റെ 5 ടൈംസ് 5y ഈസ് ഡിവൈഡഡ് ബൈ ദി ലാർജർ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് കോഷ്യൻറ്റും അതേപോലെ റിമൈൻഡറും 2 ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? 2x പ്ലസ് 2 ഈക്വൽ ടു 5y. 2x പ്ലസ് 2 ഈക്വൽ ടു 5y. ഈ രണ്ട് റിലേഷന് നമുക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഒന്നാമത്തിൽ എക്സ് എന്ന് പറഞ്ഞാൽ 2y പ്ലസ് 2 ആണ്. രണ്ടാമത്തിൽ 5y ആണ് 2x പ്ലസ് 2. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ ഭാഗത്ത് 2y പ്ലസ് 2 എന്ന് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 5y ഈക്വൽ ടു 2x പ്ലസ് 2 അല്ലേ? അതിൽ എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 2y പ്ലസ് 2 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് 5y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 2y പ്ലസ് 2 ആണ്. വൈൻ്റെ ടേംസൊക്കെ മാറ്റി എഴുതാണ്. 2y പ്ലസ് 2 പ്ലസ് 2. ബാക്കിയുള്ള പ്ലസ് 2നെ അതേപോലെ എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 5y ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2y 4y. 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 2 4. അതേപോലെ ബാക്കിയുള്ള 2നെ അതേപോലെ അങ്ങനെ തന്നെ എഴുതുക. 5y ഈക്വൽ ടു 4y പ്ലസ് 6 ആണ്. 5y എന്ന് പറയുന്നത് 4y പ്ലസ് 6 ആണ്. വൈൻ്റെ ടേംസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതായത് റൈറ്റ് സൈഡിലുള്ള 4yനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് 4y ആവും. ലെഫ്റ്റ് സൈഡിലെ 5yനെ അതേപോലെ എഴുതുക. 5y മൈനസ് 4y എന്നിട്ട് ഈക്വൽ ടു 6 എന്ന് എഴുതുക. 5y നിന്ന് 4y കുറച്ച് 1y ആണ്. അപ്പോൾ y ഈക്വൽ ടു 6. y എന്ന് പറയുന്നത് 6 ആണ്. y നമുക്ക് സ്മാളർ നമ്പറാണ്. സ്മാളർ നമ്പർ y ഈക്വൽ ടു 6 ആണ്. ആ ലാർജർ നമ്പറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ വൈക്ക് 6 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y 6 അല്ലേ? 2 ഇൻറ്റു 6 പ്ലസ് 2. എക്സ് ഈക്വൽ ടു 12 പ്ലസ് 2 14. അപ്പോൾ വലിയ നമ്പർ എക്സ് എന്ന് പറയുന്നത് 14ഉം സ്മാളർ നമ്പർ y ഈക്വൽ ടു 6 ആണ്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എക്സ് ബൈ y ചെയ്യുമ്പോൾ റിമൈൻഡറും കോഷ്യൻറ്റും 2 തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 5 തവണകളായിട്ട് സ്മാൾ നമ്പർ, അതായത് 6 ഇൻറ്റു 5 5y ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ 5 ടൈംസ് ദി സ്മാളർ നമ്പർ ഡിവൈഡഡ് ബൈ ബിഗ് നമ്പർ അങ്ങനെ ചെയ്യുമ്പോഴും കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണ് കിട്ടുന്നത് എന്ന് വർക്കൗട്ട് നിങ്ങൾ ബുക്കിൽ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ദി നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദി നമ്പേഴ്സ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, നമുക്കറിയില്ല. അൺനോൺ ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ എക്സ് വൈ എന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ള 2 ഡിജിറ്റ് നമ്പറാണ്. ഈ രണ്ടും കൂടിയും കൂട്ടിയാൽ എക്സും വൈയും കൂടിയും കൂട്ടിയാൽ 11 കിട്ടുന്നത്. നമുക്ക് ഹിൻഡ് തന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ നമ്പർ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വൈ എന്നുള്ള നമ്പറിനെ വൈ എക്സ് എന്നുള്ള രീതിക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പം നമുക്കറിയാം എക്സും വൈയും കൂടി കൂട്ടിയാൽ 11 11 കിട്ടാൻ 10ഉം 1ഉം കൂട്ടിയാൽ 11 10 അല്ല, എന്തായാലും 10 അല്ല, 9ഉം 2ഉം ആവാം. 9ഉം 2ഉം കൂട്ടിയാൽ 11, 8ഉം 3ഉം കൂട്ടിയാൽ 11, 7ഉം 4ഉം കൂട്ടിയാൽ 11, 6ഉം 5ഉം കൂട്ടിയാൽ 11. ഇത് നേരെ തിരിച്ചിട്ട് വിടാം. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറൻസ് വരുന്നത് 27 കിട്ടണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ 7ഉം 4ഉം അതിന് 4ഉം 7ഉം അത് രണ്ടും തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് 27 കിട്ടുന്നുണ്ടോ നോക്കി നോക്കുകയാണേ. 27 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 27 കിട്ടണില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് വൈ എന്നുള്ള നമ്പർ 74 എന്നുള്ള നമ്പറാണ്. അത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 27 കിട്ടുന്നുണ്ട് അല്ലേ? 74 ആണോ 47 ആണോ? ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ്. ആ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പറിനെക്കാട്ടിലും
27 അധികമാകും ആ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ആ നമ്പർ എന്തായിരിക്കും? 47 ആയിരിക്കും. 47, കാരണം 47 ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് 74 കിട്ടുക. ഈ 74 എന്ന് പറഞ്ഞാൽ 27-നെക്കാട്ടിലും അധികമാണ് വരുന്നത് അല്ലേ? അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്യേണ്ടേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.